കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ചതയം നക്ഷത്രക്കാർ ഏതെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ അവർക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. ശനി, കേതു, സൂര്യൻ, അതായത് ആദിത്യൻ എന്നീ ദശകളിൽ ഇവർക്ക് ചില ദോഷങ്ങൾ ഉണ്ടാകുന്നു. ആ ദോഷങ്ങൾ ചിലപ്പോൾ ദോഷാധിക്യം കാഠിന്യമായിട്ട് വല്ല ഓപ്പറേഷനോ മറ്റു സാമ്പത്തിക ദുരിതങ്ങളോ അങ്ങനെ പല ദുരിതങ്ങളും ഈ ചതയ നക്ഷത്രക്കാർക്ക് ഈ ദശാസന്ധിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് ഇതിനുള്ള പ്രതിവിധികൾ നേരത്തെ മുൻകൂട്ടി പ്രതിവിധികൾ കണ്ടുകൊള്ളണം. അത് അനിവാര്യമാണ്. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം, വഴിപാടുകൾ, പൂജ ഇവ നടത്തുക. കുടുംബത്തിൽ സർപ്പക്കാവിലുള്ള ചതയ നക്ഷത്രക്കാരാണെങ്കിൽ ആദരവോടെ അവയെ പരിരക്ഷിക്കുകയും പൂജിക്കുകയും അവയെ സ്നേഹിക്കുകയും ചെയ്യുക. കടമ്പ് വൃക്ഷം വച്ചുപിടിപ്പിക്കുക. സർപ്പക്കാവിൽ കടമ്പ് വൃക്ഷം വച്ചുപിടിപ്പിക്കുക. ഇവ ചെയ്യുന്നത് ദോഷത്തിന് വളരെ ഗുണകരമായ കാര്യങ്ങളാണ്. ദോഷാധിക്യം കുറയ്ക്കും. ചതയം, തിരുവാതിര, ചോതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഇവർ വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്ര ദർശനം നടത്തുക. ഈ ചതയ നക്ഷത്രക്കാര് നക്ഷത്രാധിപനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ശിവഭജനം വളരെ നിർബന്ധമാണ്. ശിവനെ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് നടക്കുന്നത് ചതയ നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദമാണ്. രാശ്യാധിപനാണ് ശനി. ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശനീശ്വര പ്രീതി പൂജാകർമ്മങ്ങൾ ചെയ്യുക, ശനീശ്വര പ്രീതി വരുത്തുക, ശനീശ്വര സ്തോത്രങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ട് നടക്കുക. ഇതൊക്കെ ചെയ്യാം. വിധി പ്രകാരം ശനീശ്വര പൂജ നടത്തി ശനീശ്വര യന്ത്രം ധരിക്കുന്നത് ഈ ചതയ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണ്. ജീവിതത്തെ ദുഃഖങ്ങൾ അകറ്റി കരുത്തുള്ളവാക്കാൻ ഈ തരത്തിലുള്ള വിധി പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ചതയ നക്ഷത്രം ചെയ്യേണ്ടതാണ്. നിറമാണ് ഇവരുടെ ഇഷ്ടനിറമായ കറുപ്പ് വളരെ നല്ലതാണ്. കറുപ്പ് നിറം മാത്രമേ ചതയ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉള്ളൂ. ചതയ നക്ഷത്രക്കാര് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വൈവാഹിക ജീവിതമൊക്കെ വളരെ ദുഃഖകരമായിട്ടൊക്കെ തോന്നാറുണ്ട് മിക്ക ആളുകൾക്കും. 100%ത്തിൽ 90% വിവാഹ ജീവിതത്തിൽ അത്ര ഉയർച്ചയോ വിവാഹ ജീവിതത്തിൽ അത്ര സംതൃപ്തിയോ ലഭിക്കാറില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വിവാഹ ജീവിതമോ കുടുംബജീവിതമോ സംതൃപ്തമാവാൻ വേണ്ടി നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിൽ എന്തൊക്കെയാണോ ഏറ്റക്കുറച്ചിലുള്ളത് പരിഹരിച്ചുകൊണ്ട് അതിനുവേണ്ട വിധി പ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഉയർച്ചകൾക്ക് സാധ്യതയുണ്ട്.